യെസ്, അങ്ങനെ ടർബോ എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിം കണ്ടിരിക്കുകയാണ്. റിട്ടൺ ബൈ മിഥുൻ മാനുവൽ തോമസ്, ഡയറക്ടഡ് ബൈ വൈശാഖ് ആൻഡ് സ്റ്റാറിംഗ് ദ വൺ ആൻഡ് ഓൺലി മമ്മൂട്ടി. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു ഡീസെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അബവ് ആവറേജ് ആക്ഷൻ ബ്ലോക്ക് ബസ്റ്റർ പടമാണ്. ഒരു 2.5 മണിക്കൂർ ഒരു ക്രൗഡ് ഫീൽഡ് ആയിട്ടുള്ള തിയേറ്ററിലൊക്കെ പോയി നിന്ന് കൈയടിക്കേണ്ട സമയത്തൊക്കെ കൈയടിച്ച്, വിസിലടിക്കേണ്ട സമയത്തൊക്കെ വിസിലടിച്ച് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന, എന്നാൽ അതിനപ്പുറം പ്രത്യേകിച്ച് മെമ്മറബിൾ ആയിട്ട് നോട്ടബിൾ ആയിട്ടൊന്നും തന്നെ ഡെലിവറി ചെയ്യാത്ത ഒരു സോളിഡ് ആയിട്ട് എടുത്തു വെച്ചേക്കുന്ന ഒരു ആക്ഷൻ പടമാണ് ടർബോ. ആദ്യം തന്നെ എനിക്ക് ഈ ഒരു പടത്തിൽ എടുത്തു പറയാൻ തോന്നിയിട്ടുള്ള ചില പോസിറ്റീവ്സിനെ കുറിച്ച് പറയാം. ഒന്നാമത്തെ പോസിറ്റീവ്, മമ്മൂട്ടി അവതരിപ്പിച്ചിട്ടുള്ള ടർബോ ജോസ് എന്നുള്ള ഒരു ക്യാരക്ടറാണ്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു നാടൻ ക്യാരക്ടറാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ടർബോ ജോസ്. നാട്ടിൽ അല്ലറ ചില്ലറ അടിയടി കേസുകളൊക്കെ ആയിട്ട് തന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പം അമ്മയുടെ ഒപ്പം ഒക്കെ നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് പോകുന്ന ഒരു ക്യാരക്ടറാണ്. ഒരു ഇൻസിഡന്റിന് ശേഷം അയാൾ ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് പുതിയ എൻവയോൺമെന്റിലേക്ക് പോകുന്നതും അയാൾ അവിടെ എങ്ങനെ സർവൈവ് ചെയ്യുന്നു, അവിടെ ആൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ് ഈ ഒരു പടത്തിലൂടെ പറയുന്നത്. ഒരുപാട് പടങ്ങളിൽ ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ള ഒരു ക്യാരക്ടർ ട്രോപ്പാണ് ടർബോ ജോസ് എന്നുള്ള ഒരു ക്യാരക്ടറിന് ഉള്ളത്. എന്നാലും അറ്റ് പ്രസന്റ് മമ്മൂട്ടി എന്നുള്ള ഒരു ആക്ടർ ഇത് ജീവനിലേക്ക് കൊണ്ടുവരുമ്പോൾ അത്രയും എനർജിയോട് കൂടി, അത്രയും ഫ്ലൂയിഡിറ്റിയോട് കൂടിയിട്ട് നമ്മൾ കാണുമ്പോൾ വളരെയധികം രസമായിട്ടും വളരെയധികം എന്റർടൈനിങ് ആയിട്ടാണ് ആ ക്യാരക്ടർ പ്രസന്റ് ചെയ്തേക്കുന്നത്. ഈ ഒരു പടത്തിൽ നടന്നു പോകുന്ന സന്ദർഭങ്ങളിലായിക്കോട്ടെ, ഈ ഒരു പടത്തിലത്തെ ഫൈറ്റ് സീൻസിലായിക്കോട്ടെ, എല്ലാം തന്നെ ആ ടർബോ ജോസ് എന്നുള്ള ഒരു ക്യാരക്ടറിന്റെ ആ ഒരു ഗ്രൗണ്ടഡ് നേച്ചർ, ആ ഒരു നാടൻ തല്ലിന്റെ ആള്, ആ ഒരു വൈബ്, ആ ഒരു മാസ് മസാല, ആ ഒരു നേച്ചർ നല്ല രീതിയിൽ തന്നെ നല്ല സ്ക്രീനിലേക്ക് നല്ല ഫ്രഷ് ആയിട്ട് എനർജിയോട് കൂടിയിട്ട് മമ്മൂട്ടി അത് കൊണ്ടുവരുന്നുണ്ട്. സോ ഹിസ് ക്യാരക്ടർ ആൻഡ് ഹിസ് പെർഫോമൻസ് വാസ് റിയലി ഗുഡ്. പിന്നെ പെർഫോമൻസ് വൈസ് എടുത്ത് പറയുകയാണെങ്കിൽ രാജ്ബി ഷെട്ടി അവതരിപ്പിക്കുന്ന രത്നവേൽ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. ഗരുഡഗമന, വൃഷഭവാഹന, ടോബി അങ്ങനത്തെ കിടിലം പടങ്ങളിൽ കിടിലം പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ആ ഒരു വ്യക്തി ഇതിലേക്ക് വരുമ്പോൾ സാധാരണ ഒരു വില്ലൻ ക്യാരക്ടറായിട്ട് ഞാൻ ഒതുങ്ങിക്കൂടുന്നുണ്ട്. എന്നാലും കിട്ടിയ ഒരു സ്പേസിൽ നല്ല രീതിയിൽ തന്നെ തകർക്കുന്നുണ്ട് രാജ്ബി ഷെട്ടി. പിന്നെ ടർബോ ജോസിന്റെ അമ്മയായിട്ടുള്ള ബിന്ദു പണിക്കന്റെ ക്യാരക്ടർ ഷി വാസ് ഓൾസോ ഗുഡ്. പിന്നെ ഇന്ദുലേഖ എന്നുള്ള ക്യാരക്ടറായിട്ട് വന്നിട്ടുള്ള അഞ്ജന ജയപ്രകാശ് ഷി വാസ് ഓൾസോ ഗുഡ്. സോ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മമ്മൂട്ടിയും രാജ്ബി ഷെട്ടിയൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് മീഡിയോക്കർ അല്ലെങ്കിൽ അബവ് ആവറേജ് ആയിരുന്നു. പക്ഷെ മമ്മൂട്ടിയും രാജ്ബി ഷെട്ടിയാണ് ദ ഷോ സ്റ്റീലേഴ്സ്. പിന്നെ ഒരു ആക്ഷൻ പടമാകുമ്പോൾ എന്തായാലും ആൾക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക ഇതിലത്തെ ആക്ഷൻ സീൻസ് ആണ്. ഇതിലത്തെ ആക്ഷൻ കോറിയോഗ്രഫി ഒക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഈ മമ്മൂട്ടിയുടെ ആ ടർബോ ജോസ് എന്നുള്ള ക്യാരക്ടറും ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു ഫൈറ്റ് സീൻസ് ഒക്കെ വരുമ്പോൾ ഓരോരുത്തർക്കും യൂണീക്ക് ആയിട്ടുള്ള ഫൈറ്റിംഗ് സ്റ്റൈലാണ് കൊടുത്തേക്കുന്നത്. ബാക്കിയുള്ളവരും ഭയങ്കര ഫ്ലൂയിഡ് ആയിട്ടുള്ള മോഷൻ ആകുമ്പോൾ മമ്മൂട്ടി വളരെയധികം കൺട്രോൾഡ് ആയിട്ട് അത്രയധികം സ്റ്റിഫ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ്. പക്ഷെ ഓരോ പഞ്ചിനും ഓരോ കിക്കിനും അതിൻ്റെതായിട്ടുള്ള വെയിറ്റും അതിൻ്റെതായിട്ടുള്ള ആ ഒരു പഞ്ചും സ്ക്രീനിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്. എടുത്തു പറയേണ്ട ഫൈറ്റ് സീൻസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ മമ്മൂട്ടിയുടെ ഫൈറ്റ് ഉണ്ട്. ദെൻ ക്ലൈമാക്സിലത്തെ ഒരു 30 അല്ലെങ്കിൽ ഒരു 20 മിനിറ്റിന്റെ ഫൈറ്റ് സീൻ, ദെൻ കാർ ചേസ് ഉണ്ട്, ഒരു പോലീസ് സ്റ്റേഷനിലുള്ള ഫൈറ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഒരു 6-7 ഫൈറ്റ് സീൻസ് ടോട്ടൽ സെറ്റ് പീസസ് ആണ് ഈ ഒരു പടത്തിൽ ത്രൂ ഔട്ട് ഉള്ളത്. എന്നാലും അതിൽ ഏറ്റവും കൂടുതൽ റിമാർക്കബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിലത്തെ ഇൻട്രോ ഫൈറ്റും ദെൻ ക്ലൈമാക്സ് ഫൈറ്റും ആണ്. ഇപ്പൊ തല്ലുമാല, RDX എന്ന് പോലത്തെ സിമിലർ ആയിട്ടുള്ള ബ്ലോക്ക് ബസ്റ്റർ പടങ്ങളൊക്കെ ആക്ഷൻ ജോണറയ്ക്ക് കുറച്ച് റിനോവേഷൻ കൊടുത്ത പോലെ ഒന്നും തന്നെ ടർബോയില് ആക്ഷൻ കൊറിയോഗ്രഫി എന്ന ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കുന്നില്ല. എന്നാലും ചെയ്തു വെച്ചേക്കുന്ന പണി നല്ല വൃത്തിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ ആക്ഷൻ കൊറിയോഗ്രഫി വാസ് ഓൾസോ ഗുഡ്. പിന്നെ ഏറ്റവും കൂടുതൽ ഈ പടത്തിൽ കിടുന്നതായിട്ട് വന്നേക്കുന്നതിന്റെ മ്യൂസിക് ആണ് ബൈ ക്രിസ്റ്റോ സേവിയർ. ഫൈറ്റ് സീൻസ് ആയിക്കോട്ടെ, ഇമോഷണൽ സീൻസ് ആയിക്കോട്ടെ, ഇൻവെസ്റ്റിഗേഷൻ സീൻസ് ആയിക്കോട്ടെ, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള ആ ഒരു നേച്ചർ കുറച്ചും കൂടി ഒരു എംഫസൈസ് ചെയ്യാനായിട്ട് ഈ മ്യൂസിക്കിന് വളരെയധികം സാധിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ മ്യൂസിക് തടങ്ങി നിൽക്കുന്നത് 3 പോർഷനാണ്. അതായത് ഫസ്റ്റ് ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുന്ന ഒരു പോർഷനിലും, ദെൻ രാജ്ബി ഷെട്ടിയുടെ വില്ലൻ ക്യാരക്ടറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ദെൻ ലാസ്റ്റ് ക്ലൈമാക്സ് ഫൈറ്റ് ഫുൾ ആയിട്ട് ഒരു സ്കോർ ഉണ്ട്. ഇത് 3 ഭാഗത്താണ് ഇതിന്റെ മ്യൂസിക് ഏറ്റവും അധികം പീക്ക് ലെവലിൽ തടങ്ങി നിൽക്കുന്നത്. ഇപ്പൊ മമ്മൂട്ടിയുടെ തന്നെ പ്രീവിയസ് ഫിലിംസ് ആയിട്ടുള്ള ബ്രഹ്മയുഗം, ഭീഷ്മപർവം, കണ്ണൂർ സ്ക്വാഡ് അതിലൊന്നും കൊടുത്തേക്കുന്ന പോലത്തെ മ്യൂസിക്കേ അല്ല. ഇത് രണ്ടായാലും ഡിഫറെന്റ് ആയിട്ട് പക്ക ഒരു മാസ് അല്ലെങ്കിൽ ഒരു ഹൈപ്പ് ലെവലിലുള്ള മ്യൂസിക്കാണ് കൊടുത്തേക്കുന്നത്. ആൻഡ് ഈ ഒരു മൂവി എക്സ്പീരിയൻസ് ടോട്ടൽ ആ ഒരു മൂവിയുടെ ഓവറോൾ എക്സ്പീരിയൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ആ ഒരു മനസ്സിൽ നിൽക്കേണ്ട ആ ഒരു സ്കോർ ആയിരിക്കും. ഇറ്റ് വാസ് ഡാം ഗുഡ്. പിന്നെ ഇതിൽ എടുത്തു പറയുന്ന ഒരു ഘടകമാണ് ഇതിന്റെ കൊമേഴ്ഷ്യൽ ടച്ചുള്ള ഒരു ഫിലിം മേക്കിംഗ് സ്റ്റൈൽ. മമ്മൂട്ടിയുടെ തന്നെ റീസെന്റ് ഫിലിം ആയിട്ടുള്ള ബ്രഹ്മയുഗം എടുത്തു നോക്കുകയാണെങ്കിൽ അതിലത്തെ ഫ്രെയിംസും അതിന്റെ എഡിറ്റിംഗ് ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഫ്രെയിംസും അതുപോലെ തന്നെ നല്ല ഭയങ്കര സ്ലോ പേസ്ഡ് ആയിട്ടുള്ള എഡിറ്റിംഗും ആണ്. പക്ഷെ ഇതിൽ അങ്ങനെയല്ല, എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഈ ഒരു പടത്തിന്റെ ആ ഒരു നേച്ചർ, ആ ഒരു മാസ് മസാല ആക്ഷൻ ബ്ലോക്ക് ബസ്റ്റർ നേച്ചറിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ സിനിമാറ്റോഗ്രഫിയും എഡിറ്റിംഗും എല്ലാം തന്നെ പോകുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള മൂവിംഗ് ആയിട്ടുള്ള ഷോട്ട്സും വളരെയധികം പേസ് നിലനിർത്തുന്ന ടൈപ്പ് എഡിറ്റിംഗും എല്ലാം തന്നെ ഈ ഒരു പടത്തിന്റെ ആ ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു ഫ്ലോ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതിന്റെ സിനിമാറ്റോഗ്രഫിയും ഇതിന്റെ ഫിലിം മേക്കിംഗ് ആസ് എ ഹോൾ നല്ലതായിരുന്നു. സോ ഇത്രയും കാര്യങ്ങൾ മമ്മൂട്ടിയുടെയും രാജ്ബി ഷെട്ടിയുടെ ഒക്കെ ക്യാരക്ടറും പെർഫോമൻസും, ദെൻ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഇതിന്റെ ഫിലിം മേക്കിംഗ്, ദെൻ ഇതിന്റെ ആക്ഷൻ കോറിയോഗ്രഫി, ഇത്രയും ഘടകങ്ങളാണ് എനിക്ക് ഇതിന് എടുത്തു പറയേണ്ടതായിട്ടുള്ള പോസിറ്റീവ്സ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി ഈ ഒരു പടത്തിന്റെ നെഗറ്റീവ്സിലേക്ക് കിടക്കാം. ഈ ഒരു പടത്തിന്റെ ഏറ്റവും മോസ്റ്റ് ഫേറ്റൽ ഫ്ലോ വേർ ദിസ് ഫിലിം റിയലി ഫോൾസ് ഷോർട്ട് ഈസ് ഇറ്റ് സ്ക്രിപ്റ്റ് ആൻഡ് ഡയലോഗ്സ്. വളരെയധികം ക്ലീഷേഡ് ആയിട്ടുള്ള ഒരുപാട് പ്രാവശ്യം കണ്ടു പഴകിയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് സ്റ്റോറിയാണ് ഈ ഒരു പടത്തിലുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പടത്തിലത്തെ സ്ക്രിപ്റ്റ്, ആ സ്ക്രിപ്റ്റില് ഒരുപാട് എലമെന്റ്സ് ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനും ഒരുപാട് ഇംപ്രൂവ് ചെയ്യാനും ചില സാധനങ്ങളൊക്കെ കുറച്ചും കൂടി ഒരു സ്പേസ് കൊടുത്ത് ചില സാധനങ്ങളൊക്കെ എലിമിനേറ്റ് ചെയ്ത് കളയാനും എല്ലാം തന്നെ വളരെയധികം ചെയ്യേണ്ടിയിരിക്കുന്നു. വളരെയധികം കെയർഫുള്ളി
എഴുതേണ്ട ഒരു സ്ക്രിപ്റ്റ് ആണ്, എസ്പെഷ്യലി ഇങ്ങനത്തെ ഒരു പടത്തിന്. മിഥുൻ മാനുവൽ തോമസ് ആണ് ഈ ഒരു പടത്തിന് സ്ക്രിപ്റ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് ഐ റിയലി റെസ്പെക്ട് ഹിസ് വർക്ക്. അഞ്ചാം പാതിരയിലും ഗരുഡനിലും ഒക്കെ ആളുടെ സ്ക്രിപ്റ്റിന്റെ ആ ഒരു ബ്രില്യൻസ്, ആളുടെ സ്ക്രിപ്റ്റിന്റെ ആ ഒരു ഇമ്പാക്ട് നമ്മൾ എത്രത്തോളം നിന്ന് കണ്ടതാണ്. പക്ഷേ ഈ ഒരു പടത്തിലേക്ക് വരുമ്പോൾ ഹിസ് സ്ക്രിപ്റ്റ് റിയലി ഫോൾ ഷോർട്ട്. അത് ഈ പടത്തിനെ വളരെ വലിയൊരു രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട്. കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒന്നാമത് ഇതിന്റെ റൺ ടൈം ഏകദേശം 2.5 മണിക്കൂറോളം ഈ ഒരു പടം ഫുൾ ആയിട്ട് വരുന്നുണ്ട്. എന്നാൽ ഈ ഒരു പടത്തിന്റെ ഇഴച്ചില്, അതായത് ഭയങ്കര അധികം ഓരോ നിമിഷവും ഇങ്ങനെ കിടന്നിങ്ങനെ ലാഗ് അടിച്ച് ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് കൊണ്ടുപോകണ പോലെ നമുക്ക് തോന്നാറ്. ഒരു നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു ഫ്ലോ ഒരിക്കലും കിട്ടുന്നില്ല. ഈ ഒരു പടം എൻറ്റയർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ലാസ്റ്റ് ഒരു 30 അല്ലെങ്കിൽ 40 മിനിറ്റിലാണ് ഈ പടം പതുക്കെ ഒരു ഗ്രാഫ് ഇങ്ങനെ കയറി വരുന്നത്. പക്ഷെ അതുവരെ ഒരു ഫ്ലാറ്റ് ലൈൻ പോലെയാണ് ഈ ഒരു പടത്തിന്റെ ഗ്രാഫ് പോകുന്നത്. പിന്നെ വരുന്നതാണ് ഇതിന്റെ ഡയലോഗ്സ്. വളരെയധികം ക്രിഞ്ചായിട്ട് ബോർഡർ ലൈൻ ക്ലീഷേ ആയിട്ടുള്ള രീതിയിലുള്ള ഡയലോഗ്സ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഒരിക്കലും മോശം പറയില്ല, കാരണം ഈ ഒരു പടത്തിന് അങ്ങനത്തെ ഡയലോഗ്സും അങ്ങനത്തെ ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള നേച്ചറും ഉള്ളത് നല്ലതാണ്. പക്ഷെ അത് ലേശം ഓവർ ഡ്രാമാറ്റിക് ആയി പോയാലാണ് പ്രശ്നമാവുക. ഹ്യൂമർ ഇന്റന്റ് ചെയ്തിട്ടുള്ള ചില ഡയലോഗ്സും ആക്ഷൻ അല്ലെങ്കിൽ മാസ് ഇന്റന്റ് ചെയ്തിട്ടുള്ള ചില ഡയലോഗ്സ് ഒക്കെ വന്നു കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ആലോചിക്കുമ്പോഴാണ് ഇത് ഹ്യൂമർ ആയിരുന്നോ, ഇത് മാസ് ആയിരുന്നോ, ആ ഒരു ലെവലിലുള്ള ഡയലോഗ്സ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് മാത്രമേ എനിക്ക് ഈ ഡയലോഗ്സും ഈ റൺ ടൈം ആ ഒരു എഴച്ചിൽ തോന്നുന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഒരു പടം ഫുൾ ആയിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തത്. ടു ബി ഫ്രാങ്ക്, മമ്മൂട്ടിയുടെ ആക്ടിങ്ങോ വൈശാഖിന്റെ ഡയറക്ഷനോ കാണാനില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമാണ് ഇങ്ങനത്തെ ഒരു ടെംപ്ലേറ്റ് പടത്തിൽ എങ്ങനെയായിരിക്കും മിഥുൻ മാനുവൽ തോമസ് എന്നുള്ള ഒരു വ്യക്തിയുടെ സ്ക്രിപ്റ്റ് എന്ന് അറിയാനായിട്ടായിരുന്നു. ആൻഡ് ആ ഒരു സെക്ഷനിൽ ഐ എം റിയലി ഡിസപ്പോയിന്റഡ്. ഫ്ലോ ആയിട്ട് ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഈ ഒരു പടത്തിൽ ഏറ്റവും വേസ്റ്റ് എനിമി ഇതിന്റെ സ്ക്രിപ്റ്റ് ആണ്. നല്ല രീതിയിൽ കുറച്ചും കൂടി റിഫൈൻമെന്റ് വരുത്തിയിട്ട് കുറച്ചും കൂടി ഒന്ന് ഇരുത്തി ആലോചിച്ച് നല്ല രീതിയിൽ സ്ട്രക്ചർ ചെയ്ത് എല്ലാം കൂടി ഒന്നും ഇങ്ങനെ ഭയങ്കര അധികം മെസ്സാക്കി വെക്കാണ്ട് ഒന്നും അടക്കി പറക്കി വെച്ച് നല്ല രീതിയിലൊരു ഫ്ലോ നിലനിർത്താനായിട്ട് ഇതിന്റെ സ്ക്രിപ്റ്റിലൂടെ സാധിച്ചിരുന്നു. പക്ഷെ അതിന്റെ ഔട്ട്പുട്ട് വരുമ്പോൾ അത്രത്തോളം അത് എഫക്റ്റീവ് ആയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ഒരു പടത്തിന്റെ നേച്ചർ എന്താണെന്ന് നമുക്ക് എന്തായാലും അറിയാം. ഒരു ആക്ഷൻ ബ്ലോക്ക് ബസ്റ്റർ അല്ലെങ്കിൽ ഒരു കമേഴ്ഷ്യൽ ഫിലിം എന്നുള്ള രീതിയിൽ മാത്രം നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പോയി കാണുക. ബ്രഹ്മയുഗോ കണ്ണൂർ സ്ക്വാഡോ അല്ലെങ്കിൽ ഭീഷ്മപർവോ അങ്ങനത്തെ ഒരു ലെവലിൽ പോവുകയേ ചെയ്യരുത്. കാരണം അങ്ങനത്തെ ഒരു ലെവലിൽ പടയല്ല ഇത്, പക്ക ഒരു മാസ് ആക്ഷൻ ഫിലിം. ആ ഒരു പടത്തിൽ നിന്ന് എന്താണോ വേണ്ടത്, കുറച്ച് ഇടി വെടി പോകാം, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കുറച്ച് മാസ് സീൻസ്, കുറച്ച് എലിവേഷൻ, മ്യൂസിക് എല്ലാം തന്നെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഓവറോൾ ആയിട്ടുള്ള ആ ഒരു പടം എടുത്ത് നോക്കുമ്പോൾ ഇറ്റ് ഫെയിൽസ് ടു ലീവ് എ ഹ്യൂജ് ഇമ്പാക്ട്. നമ്മുടെ ആ ഒരു ഓർത്തിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം തന്നെ എനിക്കൊരു പടത്തിലുള്ളതായിട്ട് തോന്നിയിട്ടില്ല. ആ ഒരു 2.5 മണിക്കൂർ പടം കണ്ടിരിക്കുന്ന ആ ഒരു 2.5 മണിക്കൂർ നല്ല രീതിയിൽ കൈയടിക്കാനും നല്ല രീതിയിൽ വിസിലടിക്കാനും നല്ല രീതിയിൽ മമ്മൂട്ടിയുടെ ആ ഒരു വൺ മാൻ ഷോ എൻജോയ് ചെയ്യാനുള്ളതും ഈ ഒരു പടത്തിലുണ്ട്. സോ ദാറ്റ്സ് ഓൾ. ഈ ഒരു പടത്തിന് ഒരു റേറ്റിംഗ് കൊടുക്കാൻ പറഞ്ഞാൽ ഐ ഗിവ് ദിസ് 8.5 ഔട്ട് ഓഫ് 10. ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു അബവ് ആവറേജ് ഒരു ഡീസെന്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ബ്ലോക്ക് ബസ്റ്റർ പടം. നോട്ട് എ പെനി മോർ, നോട്ട് എ പെനി ലെസ്. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. വിൽ കാച്ച് യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ.